കുഞ്ഞാപ്പോ രാവിലെ തന്നെ എവിടുന്ന തൂക്കാത്രൊക്കെ പിടിച്ചിട്ട് ഒന്നും പറയണ്ട വാവാ. എന്നോട് പറയാം കഞ്ഞിൻ്റെ അമ്മ പറഞ്ഞു കഞ്ഞി വാങ്ങാൻ പറഞ്ഞു. കഞ്ഞിൻ്റെ അളല്ലേ അപ്പൊ അത് വാങ്ങാൻ വേണ്ടി പോയതാണ്. ആശാത്താടെ പോയപ്പോ ഓരറിഞ്ഞ് കുഞ്ഞാപ്പോ രാവിലെ തന്നെ കഞ്ഞി വെച്ചിട്ടില്ല, ചായന്റെ കടി നിങ്ങൾക്ക് തിന്നോ പറഞ്ഞു. ആ പറയാം. അപ്പൊ ഞാനത് 2 മണം തിന്ന്. ഉമ്മാക്ക് കഞ്ഞിൻ്റെ അല്ലേ പറഞ്ഞപ്പോ ഞാൻ മേടിച്ചില്ല. അപ്പൊ നബീസാത്താടെ പോയി. നബീസാത്ത പറയാം എന്താടാ രാവിലെ തന്നെ ശവനം കാണാൻ വേണ്ടി രാവിലെ തന്നെ കഞ്ഞികളുണ്ട് അവിടെ ചോദിച്ചു. അപ്പൊ അവിടെ ഇല്ല. മോനെ ഞാനിങ്ങനെ വരികയാണ്. ആ സൽമ വല്ലാത്ത സൽമ കേട്ടാ. സൽമനെ ചതിച്ചടാ. സൽമ എന്നാലേ ഞങ്ങക്ക് എന്നോട് പറയാൻ പോയപ്പോൾ വാഴക്കപ്പോരി മേടിച്ചു തന്നില്ലേ മോനെ. ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി. വയറ് വേണിച്ചിട്ട് ഇന്റെ ഉമ്മ ആണെങ്കിൽ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ഞാൻ ചീറുമ്പോ മാക്ക് ഉറക്കം കിട്ടുവോ? ഇമ്മ ഇനി പറയാത്തില്ല. അവരാരെ വയറ നോക്കണം. അന്റെ കാരണം ഉറങ്ങാൻ പറ്റിയിട്ടില്ല, ഉറക്കം കിട്ടണില്ല. അന്റെ അണ്ണാക്കിൽ ഞാൻ തുണി കുത്തി ചീരുവാ നിന്നോട്. എന്നിട്ട് ഞാന് മോനെ വയറ് വാങ്ങിച്ചിട്ട് ഉറങ്ങിയില്ല. എന്നിട്ട് ഇന്ന് രാവിലെ ഞാനും ഉമ്മയും കൂടി ആശുപത്രിയിൽ പോയി. എന്നിട്ട് മരുന്ന് തന്നു, ഗുളികയും മരുന്നൊക്കെ. അപ്പൊ ഉമ്മ പറഞ്ഞോട് എനിക്ക് ഉറക്കം വന്നിട്ട് കഴിയാ, ഇജ്ജ് കഞ്ഞിൻ്റെ നീ മേടിച്ചോണ്ടേ അവിടെ ഇവിടെയൊക്കെ പോയിട്ട്. അതിന് ഞാൻ പോയതാണ്. ഉമ്മ കിടന്ന് ഉറങ്ങാണ്. ഇപ്പൊ കഞ്ഞിക്കാലത്ത് പോയപ്പോ ഓരോന്നും തരണില്ലടാ. രാവിലെ തന്നെ എവിടെ കിട്ടിയാലും കുഞ്ഞാപ്പോ കഞ്ഞിൻ്റെ വെള്ളം. ഇപ്പൊ എന്താ ചെയ്യാ? സൽമ വല്ലാത്ത സൽമായി പോയില്ലേ. സെൽമ ഇജ്ജ് ഉള്ള കൂടെ നിന്നിട്ടല്ലേ സെൽമ അറിയോ? സൽമാക്ക് പറഞ്ഞു ഒരു പയമ്പൂരും ചായയും പറഞ്ഞു ജാ കട മുഴുവൻ കാലിയൊക്കെ നിന്നിട്ടല്ലേ. പയമ്പൂരി തന്നേക്കാം. നമുക്ക് പൊറാട്ട് മേടിച്ചു ഇറച്ചിയും പൊറാട്ടി. അതാണ് നമുക്ക് വിഷമം ഉണ്ടാവില്ലല്ലോ. ഇനി കാണുമ്പോളേ പറഞ്ഞാ മതി. ഇനി സൽമ ഇമ്മ കാണുമ്പോ സൽമാനെ അടിക്കൂന്ന് ചീത്ത അറിയണമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനത്തെ ചെക്കനാണ്, ഇന്ന് വെച്ച് ഇങ്ങനൊക്കെ മേടിച്ചു കൊടുക്കാൻ പാടുണ്ടോ എന്ന് ഉമ്മ പറഞ്ഞു. ആ പാവം മേടിച്ചെന്നതും പോരാ. പിന്നെ ഞാൻ അടുത്ത് മേടിച്ച് തിന്നതാണ്. സൽമ കായ് കൊടുത്തിട്ട് ഓള് വലിയ പങ്കച്ചക്കാരിയാ നടന്ന് കച്ചിട്ട് കായും കൂടി ഇല്ല. എന്നിട്ട് പാവ കാക്ക വന്ന കാരണം കൊടുക്കും ചെയ്തത്. ഇമ്മ ഉറങ്ങിയടാ. ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലോ. ഞാൻ ഇമ്മാട് പറഞ്ഞു ഇമ്മ വയറുവേന വേഗം മാറാന് 5-6 ഗുളിക വന്നിട്ടുണ്ട്, അത് 5-6 തന്നാല് ഇന്നൊക്കെ മാറുമല്ലോ എന്ന്. അപ്പൊ ഉമ്മാറുള്ള കുരുത്തം കണ്ടേനെ എന്നൊക്കെയുള്ള മാറില്ലാവൂ. ഒന്നിച്ചാണ്ട് പോവും. മാറിക്കോട്ടെ ഞാൻ പറഞ്ഞ ഇമ്മ എന്നൊക്കെയുള്ള മാറിക്കോട്ടെ എന്നിട്ട് തന്നാളി എന്നെ ഉമ്മ അടിക്കാൻ വന്നു. കുഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞ മാതിരി കുടിച്ചിട്ടില്ലേ അനക്ക് പിന്നെ എന്നൊക്കുമായിട്ട് ഉറങ്ങും. അതാണ് ഉമ്മ പറഞ്ഞത്. പിന്നെ എണിക്കലുണ്ടാവില്ല. പിന്നെ എണീക്കലെല്ലാം ഉണ്ടാവൂല. പിന്നെ ഉറക്കം തന്നെയല്ലേ, പിന്നെ എണിക്കൂലല്ലോ. അപ്പൊ ആകെ ശ്രദ്ധിച്ചോ. ഈ സൽമാനെ കാരണം എന്തൊക്കെ നഷ്ടങ്ങൾ വന്നു അറിയോ? സൽമാനെ പിന്നെ കണ്ടിന്നാ? പിന്നെ കണ്ടിട്ടൊന്നുമില്ല. ഉമ്മ അന്ന് പണിക്ക് പോണതില്ലാതെ വന്നിട്ട് ചോറ് വെച്ച് കഞ്ഞിയും ചോറും ചായ ഒന്നും വെച്ചിട്ടില്ല. ഇനിയിപ്പോ കഞ്ഞിൻ ചോളത്തും കിട്ടാപ്പോ ഇനി അവിടെ ഇല്ല. ഇനിയിപ്പോ ഒരു ഐഡിയ ഉണ്ട്, സൂത്രണ്ട്. ജാനേച്ചിന്റെ കൂടെ പോയേക്കാം. അവിടുന്ന് കിട്ടുവോ? ചിലപ്പോ ഓരോരുണ്ടെങ്കിലോ. ഈ രാവിലെ തന്നെ എവിടുന്നും കിട്ടില്ല കുഞ്ഞപ്പോ. ഓരൊക്കെ കഞ്ഞൊക്കെ വെച്ചിട്ട് വേണ്ടേ, ചോറൊക്കെ ആയിട്ട് വേണ്ടേ. ഞാനിപ്പോ ഓരോന്ന് ആശാത്താനും ദോഷം നിന്നിട്ടാ. ഇനിയിപ്പോ ഇമ്മാക്ക് കഞ്ഞിച്ചോളം കൊടുക്കാൻ വേണ്ടിട്ടാടാ. എനക്കല്ലേ ആ വെയില് എനക്ക് കൂടി എന്തായാലും തിന്നും ചെയ്യാലോ അവിടെ പോയിട്ട്. കഞ്ഞിച്ചോളം മേടിക്കുമ്പോ 4 വറ്റിട്ടോളാം. വറ്റ എനക്കും വെള്ളം മാക്കൂല്ലേ. എന്നിട്ട് എന്താ അവിടുന്ന് കിട്ടിയില്ല. രാവിലെ ചെന്നാലും തീരുവല്ലേ. കുറച്ച് ഒരു ഉച്ചക്ക് ആയിക്കോട്ടെ കുഞ്ഞാപ്പോ, കുറച്ചൊക്കെ കഴിഞ്ഞോട്ടെ എന്നിട്ട് പോയിക്കോ. അല്ല എന്റെ പേരേല് അല്ല ഇജിപ്പോ നടക്കണേരം അനക്കണ്ട് വെച്ചിട്ടുണ്ടെങ്കി കൂടെ. ഉമ്മാനോട് പറഞ്ഞോ? ഉമ്മാനോട് പറഞ്ഞോ? ഇന്നലെ ഉറങ്ങാൻ സമ്മതിച്ചില്ലല്ലേ. ഇനിയിപ്പോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്റെ വാരൊക്കെ നടന്നിരിക്കണേ കാശാട്ട ദിവസം നിൽക്കണേ. ഞാൻ അമ്മാട് പറയും മാ പഠിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് എവിടുന്ന് കിട്ടിയിട്ടാന്നിട്ട് ഉമ്മാനെ കൊണ്ട് തന്നെ ഞാൻ കിട്ടി. ഉമ്മാണ്ട് കരഞ്ഞാ മതി. അപ്പൊ ഉമ്മ പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ട് എണിച്ചിട്ട് വെയ്യങ്ങ അവിടെ കിടന്നോട്ടെ കുഞ്ഞാപ്പോച്ച്. കുറച്ചേരം ഒന്ന് ശ്രമിക്ക്. ശ്രമിക്കാനൊന്നും ഞാൻ പോട്ടെ. എനിക്കാണെങ്കിൽ പട്ടിണി കിടക്കാനും പറ്റൂല അല്ലേ, എപ്പോഴും എന്തെങ്കിലും ഒക്കെ വേണോ അല്ലേ. എന്നിട്ട് അത് ഇങ്ങനെ ചാടി കളിച്ചു വരുന്നേ എളുപ്പമായി വെച്ചോ. എന്നിട്ട് മറ്റോ അവരോട് പോകുന്നത് പറഞ്ഞ് കഞ്ഞിന്റെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കഞ്ഞിനുള്ള പോത്താണ് ഈ പോത്തിന് കൊടുക്കും കഞ്ഞിന്റെ വെള്ളമൊക്കെ.
ഞങ്ങളെ പോത്തിന് തന്നെ തയ്യണില്ല കുഞ്ഞാപ്പോ ആ. എന്നിട്ടാ അപ്പൊ ഓരോന്നെ ഓരോ പോത്തിന് പലോർന്നും പല പെരേന്ന് കൊണ്ടുവരാ. ആ എന്നിട്ട് അതിലെടുക്കാണ് ഇപ്പൊ എന്റെ പോക്കല്ലേ? ആ അതന്നെ എന്റെ പോക്ക്. ഞാൻ പോട്ടടാ. ഇനി എപ്പോഴാ കാണുക? എപ്പോഴാ കാണുക? ഞാൻ പോയിട്ട് വൈകുന്നേരം കാണുന്നുട്ടാ. മീൻ പിടിക്കാൻ പോക്കണ്ട ജി ഇപ്പൊ? ഇപ്പൊ മീനൊന്നും ഇല്ലടാ, വള്ളൊക്കെ വറ്റിട്ട് കൊക്കാനും കോഴികളൊക്കെ തിന്നുണ്ടാവൂലേ? കൊക്ക് കൊക്ക് അതൊക്കെ തിന്നുണ്ടാവൂലേ? നാളെ ആ വള്ളത്തിന് കൊറേ കണ്ണനെ കിട്ടി. ഇനി അത് വറ്റിട്ട് പിടിക്കണം. ഏത് വെള്ളത്തിന്? അവിടുന്ന് ആ വള്ളത്തിന് നീ കിട്ടണേ കുറച്ച് നിൽക്കുമ്പോ ഉണ്ടാവും. ഞാൻ പോ ഒറ്റക്ക് തിന്നല്ലേന്നറിയാ. അല്ലല്ല ഇനി ഞാൻ എനക്ക് തരൂല. ആശാത്ത പറയണ് കായ് തരുമെന്ന്. ആ അപ്പൊ കണ്ണന് മീൻ കിട്ടി ആശാത്താക്ക് കൊടുക്കുള്ളൂ. ആശാത്താക്ക് കൊടുക്കൂല മോനെ. ഞാൻ നാളെ കൊടുത്തിട്ടേ 10 ഉറുപ്പ്യ തന്നത്. എന്നിട്ട് ഇമ്മ പറഞ്ഞ ഇമ്മ അറിയാ ഇജ്ജൊരു പൊട്ടനായ കാരണല്ല 10 ഉറുപ്പ്യ മേടിച്ചത്. 200 ഉറുപ്പ്യ മീൻ കൊണ്ടുകൊടുത്തിട്ട് എന്നോട് പറഞ്ഞു നബിസാദ ലൈസ് വാങ്ങാന്ന് ആ പൈസ നമ്മ മേടിച്ച്. അപ്പൊ ഉമ്മ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത്. അപ്പൊ ഉമ്മ ഇനി പറഞ്ഞു ഒരിക്കലും നബിസാദ കൊടുക്കണ്ട. നീ എന്നോട് പറഞ്ഞു ഇജ്ജ് ഇത് അവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ചിരിയാൻ പൊട്ടിക്കുക. ആ അപ്പൊ പിന്നെ ഉമ്മ ഒരു കാര്യം കൂടി പറഞ്ഞു, നീ ഇജ്ജ് ബാബാനോടും പറയണ്ട, ഭാവി അത് ഇവിടെ കിട്ടൂന്ന് പറഞ്ഞു. ഞാൻ കിട്ടൊന്നുമില്ല. ഞാൻ പോട്ടെ കേട്ടാ. പോയിക്കോ.